ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 4ാം T20 എന്നാ ഒരു പൂരമായിരുന്നു, പൊട്ടിപ്പൂരം. ഇന്ത്യക്ക് ബാറ്റിംഗ് കിട്ടി. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും കൂടെ ഓപ്പണിങ്ങിന് തുടങ്ങി അടിയുടെ പേട്ടയായിരുന്നു. അഭിഷേക് ശർമ്മയും സഞ്ജുവും 6ഉം 4ഉം ഒക്കെ ആയിട്ട് അങ്ങ് തുടങ്ങി. സഞ്ജു സാംസൺ കഴിഞ്ഞ 2 കളിയിലും മുട്ടയൊക്കെ ഇട്ടിട്ട് ഈ കളി എങ്ങനെയാകും എന്നുള്ളൊരു എന്താ പറയുക ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി നല്ലപോലെ തുടങ്ങി. പുള്ളിയെ അടിച്ചു, അഭിഷേക് ശർമ്മയെ അടിച്ചു, അടിയോടടി. അവസാനം നല്ല ഒരു ഇതിൽ വന്ന് അഭിഷേക് ശർമ്മ കയറി വരുന്നതിനിടയ്ക്ക് വലിയൊരു ഷോട്ടിന് ശ്രമിച്ച് വിക്കറ്റ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നത് നമ്മുടെ തിലക് വർമ്മ. പിന്നെ തിലക് വർമ്മയും സഞ്ജു സാംസണും കൂടെ പിന്നെ അവിടെ കിടന്ന് എന്നതായിരുന്നു പൂരപ്പറമ്പിൽ ഒരുമാതിരി വെടിക്കെട്ട് നടന്ന പോലെ 4 ഊടുപാട് 6ഉം 4ഉം. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ നിലത്ത് നിർത്തിയില്ല. നല്ല കിണ്ണം കാച്ചി കളിയായിരുന്നു ഇന്നലെ. എന്നാണേലും കൊള്ളാം. 135 റൺസിൻ്റെ വലിയൊരു വിജയമൊക്കെ ആയിട്ടാണ് ഇന്ത്യ T20 പരമ്പരയൊക്കെ നേടി സൗത്ത് ആഫ്രിക്കയിൽ. എന്നാ കളിയായിരുന്നു. അതിനുശേഷം വന്നോ ഇത്രയും തകർപ്പൻ അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വന്ന ബോളിങ്ങിലാണെങ്കിൽ പോലും നമ്മുടെ ഹർഷദീപ് സിംഗ് തുടങ്ങി. ആദ്യം തന്നെ 3 വിക്കറ്റ്, പിന്നീട് ഹാർദിക് പാണ്ഡ്യയുടെ 1 വിക്കറ്റ്, 4 വിക്കറ്റ്. 10 റൺസ് ആയപ്പോൾ തന്നെ 4 വിക്കറ്റ് പോയി. പിന്നീട് ഡേവിഡ് മില്ലറും ട്രിസ്റ്റൻ സ്റ്റബ്സും കൂടെയാണ് പിന്നീട് കുറച്ചൊക്കെ സ്കോർ ഒന്ന് അടിച്ച് കയറ്റി തുടങ്ങിയത്. പക്ഷേ എന്തായാലും 135 റൺസിൻ്റെ വിജയം വാങ്ങിച്ച ചെറിയ പരിപാടിയൊന്നും അല്ല. പിന്നെ നമുക്ക് അഭിമാനതാരമായി നമ്മുടെ സഞ്ജു സാംസൺ. നമുക്ക് പുള്ളിക്കാരൻ കളിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഫേസ്ബുക്കിൽ കുറേ അമ്മാവന്മാരും അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചുമാരും ഒക്കെ ഇരിപ്പുണ്ട്. അതിനോലെ ഒരുത്തനൊന്ന് വീഴാൻ വേണ്ടി നോക്കിയിരിക്കുക, അവൻ്റെ തലയിൽ കൂടെ കയറി ചവിട്ടാൻ. അതായിരുന്നു സഞ്ജു ആദ്യത്തെ ഒരു കളിയിൽ സെഞ്ചുറി അടിച്ചതിന് ശേഷം പിന്നീട് 2 ഡക്ക് അടിച്ചപ്പോഴത്തേക്കും ഈ പറയുന്ന നിലത്ത് കിടന്ന് മറ്റേ ഉറങ്ങിയിരുന്നവരൊക്കെ ഉണർന്നു. അവൻ്റെ കളി അങ്ങനെയല്ല, ഇങ്ങനെയാണ് കളിക്കേണ്ടത്, കൺസിസ്റ്റൻസി ഇല്ല, എന്തൊക്കെയായിരുന്നു. കിട്ടിയില്ലേ, അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതായാലും കളി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ ആ ഒരു ടൈമിങ്ങിൽ സഞ്ജുവിൻ്റെ വക ഒരു ഇതുണ്ടായിരുന്നു. ഈ കളിയെക്കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ സഞ്ജു പറഞ്ഞു കുഴപ്പമില്ല, നോർമൽ കളി തന്നെ. ഞാൻ ആദ്യം ഒരു സെഞ്ചുറി അടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 മുട്ടയിട്ട് കഴിഞ്ഞപ്പോൾ 2 ഡക്ക് അടിച്ച് കഴിഞ്ഞ് വീണ്ടും സെഞ്ചുറി അടിച്ചു. അപ്പോൾ ഒന്നും പറയാനില്ല. ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ ഓരോ സമയങ്ങളിൽ ഓരോ ഇത്. പിന്നെ എന്താ പറയുന്നത്, ഞാൻ കൂടുതലായിട്ട് വാചാലനാകുന്നില്ല, കളി എൻജോയ് ചെയ്ത് പോകാമെന്നുള്ള രീതിയിലാണ് സഞ്ജു പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കെപ്പോഴും സഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ 100 നാക്ക് കേട്ടോ. ഇപ്പം എന്തെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒന്നാം തരം ഒരു മാച്ചാണ് നമ്മൾ കാണാനായിട്ട് ഇടയായത്. അതായത് അന്ന് കളി കാണാൻ പോയ ഓരോ വ്യക്തികൾക്കും, അവിടെ ലൈവായിട്ട് കണ്ടവർക്കും, അവിടെ പോയി ലൈവായിട്ട് കണ്ടവർക്കും, ടി വിയിലിരുന്ന് കണ്ടവർക്കും ഒരുമാതിരി ആഘോഷമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ സഞ്ജുവിൻ്റെ ഒരു 6 നേരെ എന്ന് ഗാലറി ഇരുന്ന ഒരാളുടെ മുഖത്താണ് അടിച്ചത്. അവർ പിന്നീട് കരയുന്നതൊക്കെ കണ്ടു. സഞ്ജു പിന്നെ അത് കൈയൊക്കെ പൊക്കി കാണിച്ച് ക്ഷമ ചോദിക്കുന്നതായിട്ടൊക്കെ കണ്ടു. എന്തായാലും കളിയുടെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. വേദനയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. ഹാർഡ് ബോൾ സ്റ്റിച്ച് ബോൾ കൊള്ളുമ്പോൾ വേദന എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ഒരു മാച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ പോയി T20 പരമ്പര നേടി. അപ്പം ഇന്ത്യൻ ടീമിലേക്ക് നമ്മുടെ എന്താ പറയുന്നത് T20 താരങ്ങളെല്ലാം ഏകദേശം തന്നെ അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഓപ്പണിംഗ് സൈഡിൽ സഞ്ജുവും പിന്നീട് അപ്പുറത്തെ സൈഡിൽ അഭിഷേക് ശർമ്മയും ജയ്സ്വാളും തമ്മിലൊരു മത്സരം ഉണ്ടാവും. ആര് കയറും, ആര് ഓപ്പണിംഗ് കയറും എന്നുള്ളൊരു കണക്കിൽ. എന്തായാലും കൊള്ളാം. എന്തായാലും ഇന്ത്യൻ ടീമിലെ പ്ലേയേഴ്സ് എല്ലാം മികച്ച പ്ലേയേഴ്സാണ്. ഒന്നിനൊന്നിന് എല്ലാവരും മത്സരിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഏതായാലും ഇനി മുന്നോട്ടുള്ള കളിയിൽ കാത്തിരുന്ന് കാണാം. ഇതേതായാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ച് തകർത്തെന്ന് പറഞ്ഞ പിള്ളേർ തകർത്ത് കളിച്ച്.